പത്മഭൂഷൺ അവാർഡിന്റെ മൂല്യം നഷ്ടപ്പെട്ട കാഴ്ച. ഒരു രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതികളിൽ ഒന്നായ പത്മഭൂഷൺ ഇന്നിപ്പോ കേരളത്തിലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്ന സമൂഹത്തിലെ മനുഷ്യർക്കിടയിൽ ഭിന്നതയും വർഗീയതയും സൃഷ്ടിക്കുന്ന ഒരാൾ ഏറ്റുവാങ്ങിയതോടുകൂടി ആ പുരസ്കാരം എന്നത് ഇന്ന് ഈ നാട്ടിൽ ഒരു പരിഹാസമായ കാഴ്ച. കണ്ടില്ലേ, എന്തൊരു അശ്ലീലമാണ്. 1952 കാലഘട്ടത്തിലാണ് പത്മഭൂഷൺ അല്ലെങ്കിൽ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിയ പൗരന്മാർക്ക് നൽകാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തുടങ്ങിയ ഒരു പുരസ്കാരം. ആ പുരസ്കാരം ഓരോ വ്യക്തികളും ഏറ്റുവാങ്ങുമ്പോൾ അവർ ഈ നാടിനു വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അത് സോഷ്യലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കലയായിക്കോട്ടെ, സാഹിത്യമായിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, ഏതൊരു മേഖലയിലുമായിക്കോട്ടെ, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ സമൂഹത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമുണ്ടാകണം. സമൂഹത്തെ എങ്ങനെ സ്വാധീനിച്ച വ്യക്തിയാണ് വെള്ളാപ്പള്ളി? എങ്ങനെ കൂട്ടിയും കുറച്ചും നോക്കിയാലും ഒരിക്കലും ഉത്തരം കിട്ടാത്ത ചോദ്യം. ഒരു വ്യക്തി രാജ്യത്തിൻ്റെ യശസ് ലോകത്തോളം ഉയർത്തിയെങ്കിൽ അയാൾക്ക് ആ പുരസ്കാരത്തിന് അർഹനാണ്. അയാൾ നിൽക്കുന്ന മേഖല ഏതാണോ ആ മേഖലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനം അത് വ്യക്തിപരമായി വിലയിരുത്തുമ്പോൾ ഒരു ജാതി സംഘടനയുടെ തലപ്പത്തിരുന്ന വ്യക്തിയെ രാജ്യത്തിൻ്റെ പത്മ പുരസ്കാരത്തിന് വേണ്ടി എന്താണ് അദ്ദേഹം ഈ രാജ്യത്തിന് സംഭാവന ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉത്തരം കിട്ടാൻ പോകുന്നില്ല. വർഗീയത പറഞ്ഞും കുടുംബവാഴ്ച നടത്തിയും മകനെ സംഘപരിവാർ രാഷ്ട്രീയത്തിനോടൊപ്പം നിർത്തി അദ്ദേഹം കേരളത്തിൽ ഭരിക്കുന്ന രാഷ്ട്രീയത്തോടൊപ്പം നടന്ന് സ്വന്തം കാര്യവും സംഘടനയുടെ കാര്യവും കുടുംബകാര്യവും നോക്കിയൊരു നേതാവിന് ഇങ്ങനെ ഒരു പുരസ്കാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ BJPക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്ത ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ്. പത്മ പുരസ്കാരങ്ങളെപ്പോലെ ഈ രാജ്യത്തിൻ്റെ അമൂല്യ വ്യക്തിത്വങ്ങൾക്ക് നൽകേണ്ട പുരസ്കാരത്തിൻ്റെ ഗതി വെള്ളാപ്പള്ളി നിലവാരത്തിലേക്ക് എത്തിച്ചതിലൂടെ എന്ത് സന്ദേശമാണ് ആ പുരസ്കാര വിതരണത്തിലൂടെ കേന്ദ്രം ഭരിക്കുന്നവർ ഈ രാജ്യത്തിന് നൽകിയിരിക്കുന്നത്? ഈ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്നവർക്കും ഈ സമൂഹത്തിൽ വിഷം കലർത്തുന്നവർക്കെല്ലാം കൊടുക്കുന്ന ഒരു പുരസ്കാരത്തിൻ്റെ നിലവാരത്തിലേക്ക് പത്മഭൂഷൺ എത്തിയെന്ന് കേവലം SNDP എന്നൊരു സംഘടന കൊണ്ട് നടന്ന് ആ സംഘടനയിലൂടെ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടുന്ന വ്യക്തികൾക്കെല്ലാം അവരെ പ്രീണിപ്പെടുത്താൻ കൊടുക്കുന്ന ഒരു പുരസ്കാരത്തിൻ്റെ നിലവാരത്തിലേക്ക് തരം താഴ്ന്നു എന്നതാണ് ആ ദൃശ്യം ഇന്ന് വെളിവാക്കിയത്. ഇനി ഈ പുരസ്കാരം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു കോമഡി പീസായിട്ട് ചർച്ച ചെയ്യാനായിരിക്കും നാട് ഇഷ്ടപ്പെടുക.